നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട അല്ലെങ്കിൽ നിലനിർത്തേണ്ട ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് രാത്രി നിസ്കാരം. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ മടിയന്മാരല്ലേ, നമ്മൾ അലസന്മാരല്ലേ. രാത്രി നിസ്കാരം പതിവായിട്ട് ഒരു അജണ്ടയായി, ഒരു ശീലമായി കൊണ്ടു നടക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. നമ്മൾ ആലോചിക്കുന്നത് ഫർള് നിസ്കരിക്കാൻ തന്നെ കഴിയുന്നില്ല, മര്യാദക്ക് നേരത്തിന് നിർബന്ധമായ 5 വക്ത് നിസ്കാരം തന്നെ പറ്റുന്നില്ല, പിന്നെയാണ് ഇപ്പോൾ രാത്രി നിസ്കാരം. അതാണ് നമ്മളെ ചിന്ത. അവിടുന്ന് നമ്മൾ ഉയരണം, നമ്മൾ മാറണമെന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം അള്ളാഹുവിൻ്റെ അടിമകളുടെ ഗുണങ്ങൾ, ഇബാദുർ റഹ്മാൻ, അവരുടെ ക്വാളിറ്റികൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. അവർ രാത്രി കഴിച്ചു കൂട്ടും. എങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നത്? സുജൂദുകളിലാണ് അവർ രാത്രി നിന്ന് നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ ഇബാദുർ റഹ്മാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, യാ അയ്യുഹൽ മുസമ്മിൽ, വസ്ത്രം കൊണ്ട് മൂടിക്കിടക്കുന്നവനെ, കുമിൽ ലൈല ഇല്ലാ ഖലീല, നീ രാത്രി നിസ്കരിക്കണം. രാത്രിയുടെ അല്പം ഭാഗം ഒഴിവാക്കി ബാക്കി സമയം നീ നിസ്കരിക്കണം, നിസ്കാരത്തിൽ മുഴുകണം. നിസ്ഫഹു അവിൻ കുസ്മിൻഹു ഖലീല, ഒന്നുകിൽ രാത്രിയുടെ പകുതി നീ നിസ്കരിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചും കൂടി കുറച്ചിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. ഔ ഉസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തില, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സമയം കൂട്ടി, ആ പകുതിയിൽ നിന്നും കുറച്ചും കൂടി സമയം കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നിസ്കരിക്കുക. വളരെ സാവകാശം നിർത്തി നീ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക. ഇത് നബിയോട് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. ആ കൽപ്പന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മനോഹരമായിട്ടാണ് നിറവേറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരത്തെ പറ്റിയിട്ട് നമ്മുടെ ഉമ്മ ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ. ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നബിൻ്റെ രാത്രി നിസ്കാരം? നമ്മുടെ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ്? ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിൻ, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കരുത്. കാരണം അത് വിവരിക്കാൻ കഴിയൂല. ഒരു മനുഷ്യൻ്റെ കാലിൽ നീര് വരുന്ന അത്ര നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ നിസ്കാരത്തിൻ്റെ നീളെത്രയാണ്? ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്ത് നിസ്കരിക്കുന്നത്? ഇത്ര ഇടങ്ങറായിട്ട് നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? അഫലാ അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ട ആയിഷ ഞാൻ. പ്രിയപ്പെട്ടവർ, ആ ചോദ്യവും നബിയുടെ നിസ്കാരവും ഒക്കെ നമുക്ക് വലിയ ഉത്ബോധനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബിമാരോട് പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഉറഫ, സ്വർഗത്തിൽ കുറച്ച് മുറികളുണ്ട്. എന്താ മുറികളുടെ പ്രത്യേകത? തുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും. വ ബുതൂനുഹാ മിൻ ദുഹൂരിഹാ, അതിൻ്റെ പുറത്ത് നോക്കിയാൽ ഉള്ളിലേക്കും കാണാൻ പറ്റും. അപ്പോൾ ഒരു ആറാബിയായ മനുഷ്യൻ ആ സദസ്സിലുണ്ട്. ആ ആറാബി എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുകയാണ്, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, ആ മുറികൾ ആർക്കാണ് നബിയെ? ആ മുറികൾ ആർക്കാണ് കിട്ടുക? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുറികൾ കിട്ടുന്ന ആളുകളുടെ കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു. അതിന് നബി എണ്ണി പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? വസല്ലാ ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാമുൻ, അള്ളാഹുവിന് വേണ്ടി രാത്രി നിസ്കരിച്ചവരാണ് അവർ. ഏത് സമയത്ത്? ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് രാത്രി നിസ്കാരം. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരം എന്നാണ് പറഞ്ഞത്. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ്? ഏത് നോമ്പാണ്? മുഹറം മാസത്തിലെ നോമ്പാണ് അല്ലേ? അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രിയിലെ നിസ്കാരമാണ്. അപ്പം അതിന് അള്ളാഹു നൽകുന്ന വമ്പിച്ച കൂലിയാണ്, ഉയർന്ന പ്രതിഫലമാണ്. നമ്മൾ ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കണം. ഇനി മുതൽ രാത്രി നിസ്കാരം എന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അജണ്ടയായി, ഒരു തീരുമാനമായി ഞാൻ കൊണ്ടു നടക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കേണ്ട ഒന്നാമത്തെ തീരുമാനം അതാണ്. ആ തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ, നമ്മുടെ നിയ്യത്ത് 100% നിഷ്കളങ്കമാണെങ്കിൽ അതിൽ അള്ളാഹു നമ്മളെ സഹായിക്കും. അത് സംശയമൊന്നും വേണ്ട. പക്ഷെ ആത്മാർത്ഥമായിട്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സിൽ നമുക്കുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി മുതലെങ്കിലും തുടങ്ങണം എന്നെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ?
അങ്ങനെ ആത്മാർത്ഥമായൊരു തീരുമാനം നമ്മൾ എടുക്കുന്നതെങ്കിൽ അള്ളാഹു ആ തീരുമാനം നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കും. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറയാം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു അറാബിയായ മനുഷ്യൻ, അയാൾ ഇസ്ലാം സ്വീകരിച്ചു, ബൈഅത്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തു. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞു, മുസ്ലിങ്ങൾ വിജയിച്ചു, ഗനീമത്ത് സ്വത്ത് കിട്ടി, യുദ്ധത്തിൽ നിന്ന് കുറേ സ്വത്തൊക്കെ കിട്ടി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ സ്വഹാബിമാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു, ഓരോരുത്തർക്കും അവരുടെ വിഹിതം കൊടുത്തു. അപ്പോൾ സ്വഹാബിമാർ ഈ അറാബിയായ മനുഷ്യൻ്റെ വിഹിതവുമായി അയാളുടെ അടുക്കലേക്ക് ചെന്നു. അയാൾ ചോദിച്ചത്, എന്താ അത്? നബി, എല്ലാവർക്കും ഓരോ വിഹിതമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്കുള്ള ഓഹരിയാൻ, നിങ്ങൾക്ക് വേണ്ടി നബി മാറ്റിവെച്ച വിഹിതമാണ്. ആ അറാബിയായ മനുഷ്യൻ ആ ഓഹരിയായിട്ട് നേരെ നബിൻ്റെ അടുക്കലേക്ക് വന്നു. നബിയെ, ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ മുസ്ലിം ആയത്, ഈ ഓഹരി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത്, ഞാൻ ജിഹാദ് ചെയ്തത്, ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്തത്. ദാ ഇവിടെ അമ്പ് തറച്ചിട്ട് എനിക്ക് മരിക്കണം, ഈ കഴുത്തിൽ അമ്പ് തറച്ചിട്ട് എനിക്ക് മരിക്കണം, ഷഹീദാകണം, അതാണ് എൻ്റെ ആഗ്രഹം. ആ മനുഷ്യൻ തിരിച്ചുപോയി. അടുത്ത യുദ്ധം നടന്നു. സ്വഹാബിമാർ ഒരു മനുഷ്യനെ താങ്ങിപ്പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ. ആ മനുഷ്യൻ്റെ കഴുത്തിൽ അമ്പ് തറച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അഹുവ, കഴിഞ്ഞ തവണ സംസാരിച്ച് തിരിച്ചുപോയ ആ മനുഷ്യനാണോ ഇത്? കഴുത്തിൽ അമ്പ് തറച്ച് മരിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ ആ മനുഷ്യനാണോ ഇത്? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യൻ സത്യസന്ധനായിരുന്നു, അള്ളാഹു അയാളെ സത്യപ്പെടുത്തി. അപ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം സത്യസന്ധമാണെങ്കിൽ അള്ളാഹു ആ തീരുമാനം നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുമെന്നതിനുള്ള ഒരു ഉദാഹരണം അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പം അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റണം. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഇന്തോനേഷ്യക്കാരൻ അയാൾ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ അയാളോടും ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ ജീവിതകാലം മുഴുവൻ എൻ്റെ മുമ്പിൽ ഒരു ഉത്ബോധനമായിട്ട്, ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ആ മനുഷ്യനുണ്ടെന്ന്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഒരിക്കൽ റമദാനിൽ അവസാനത്തെ 10 അപ്പോൾ ഖിയാമുൽ ലൈലിൻ്റെ സമയമാണ്, രാത്രിയുടെ അവസാനത്തെ ഭാഗങ്ങളിൽ പള്ളിയിൽ ആളുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലയുടെ മുമ്പിൽ ഒരു കാലില്ലാത്ത മനുഷ്യൻ, അയാളാണ് ഈ ഇന്തോനേഷ്യക്കാരൻ, ഒരു കാലില്ലാത്ത മനുഷ്യൻ വന്നിട്ട് നിസ്കരിക്കാൻ. അന്ന് ഇമാം ഓതുന്നത് ഒരു റക്കാത്തിൽ അര ജുസ് ആണ്. നമ്മളെ പള്ളിയിലൊക്കെ റമദാനിൽ ഒരു റക്കാത്തിൽ ഒരു പേജ ഓതൽ. അവിടെ ഒരു റക്കാത്തിൽ അര ജുസ് എന്ന് പറഞ്ഞാൽ 10 പേജാണ്. അങ്ങനെയാണ് ആദ്യത്തെ റക്കാത്തുകളൊക്കെ ഓതുന്നത്. പിന്നെ 1/4 ജുസ് ആണ്, 5 പേജ്. ഈ 3.5 ജുസ് ആണ് മൊത്തം ആ രാത്രി നിസ്കാരത്തിൽ ഇമാം ഓതിയിട്ടുള്ളത്. ആ 3.5 ജുസും തീരുന്നത് വരെ ഈ മനുഷ്യൻ ഒരു കാലിൽ നിന്നിട്ട് നിസ്കരിക്കാൻ. ഷെയ്ഖ് പറയുന്നത്, ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്, വേറൊരാളിനോട് പറഞ്ഞതല്ല. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയാണ്, എൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ആ മനുഷ്യൻ നിസ്കരിക്കുന്നത്, ഞങ്ങൾക്കും അയാൾക്കും ഇടയിൽ ഒരു മറയില്ല, എൻ്റെ തൊട്ട് മുമ്പിൽ നിന്നിട്ടാണ് ആ നിസ്കാരം മുഴുവൻ ഒറ്റക്കാലിൽ നിന്നിട്ട് ആ മനുഷ്യൻ പൂർത്തിയാക്കിയത്. 2 കാലുള്ള മനുഷ്യന്മാർ റോട്ടിൽ കൂടെ നടന്നു പോകുന്നുണ്ട് ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ രാത്രി നിസ്കാരങ്ങളുടെ അവസ്ഥ എന്താണ്? അതൊരു ശീലമായിട്ട് കൊണ്ട് നടക്കാൻ നമുക്ക് എന്താണ് തടസ്സം? ആരോഗ്യമുണ്ട്, 2 കാലുകളുണ്ട്. ഇനി എന്നാണ് നമ്മൾ നമ്മുടെ രാത്രി നിസ്കാരമൊക്കെ തുടങ്ങുക? ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? മലക്കുൽ മൗത്ത് നമ്മളെ തേടി വരുന്ന സമയമാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതുകൊണ്ട് അത് കുറച്ച് ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇതുവരെ തുടങ്ങാത്തവർ, അതൊരു ശീലമായിട്ട് കാണാത്തവർ അത് തുടങ്ങണം. ശീലമായിട്ട് കൊണ്ടു നടക്കുന്നവർ അത് നിലനിർത്താനും പരിശ്രമിക്കണം. ഇത് നമ്മുടെ ഉമ്മത്തിന് മാത്രമുള്ളതല്ല. രാത്രി നിസ്കാരം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മാത്രം ചെയ്തൊരു പണിയല്ല. മുൻകാല നബിമാർ ഒരു നിസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നിസ്കാരം അതേത് നബിയുടെ നിസ്കാരമാണ്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് നബിയുടെ നിസ്കാരം? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിസ്കാരമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പോ? അതും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ദാവൂദ് നബിയുടെ നിസ്കാരമാണ്. വ അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമു ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ്
ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ്. എന്താ ദാവൂദ് നബിന്റെ നോമ്പിന്റെയും നിസ്കാരത്തിന്റെ ഒക്കെ പ്രത്യേകത? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി കിടന്നുറങ്ങും, രാത്രിയുടെ പകുതി ഭാഗം കിടന്നുറങ്ങും. വയഖൂമു സുലുസഹു, എന്നിട്ട് എഴുന്നേറ്റിട്ട് രാത്രിയുടെ 1/3 നിസ്കരിക്കും. വയനാമു സുദുസഹു, എന്നിട്ട് വീണ്ടും രാത്രിയുടെ 1/6 കിടന്നുറങ്ങും. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിസ്കാരം. ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ വയസൂമു യൗമൻ വയുഫ്തിറു യൗമ, ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കും. ഇന്ന് നോമ്പുണ്ടെങ്കിൽ നാളെ നോമ്പുണ്ടാവില്ല, നാളെ നോമ്പില്ലെങ്കിൽ മറ്റന്നാൾ നോമ്പുണ്ടാകും. അങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്യുന്നതാണ്. അതായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ്. അപ്പോൾ ദാവൂദ് നബിയുടെ നിസ്കാരം നോക്കി നിങ്ങൾ. ഇപ്പോൾ രാത്രി ഒരു 12 മണിക്കൂറാണെന്ന് വിചാരിക്കുക. വൈകുന്നേരം 6 മണിക്ക് സൂര്യൻ അസ്തമിക്കും, 6 മണിക്കാണ് ഫജ്ർ ബാങ്ക് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ 12 മണിക്കൂറുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യും? 12 മണി വരെയാണ് കിടന്നുറങ്ങുന്നത്. അത് മുഴുവൻ സമയം കിടന്നുറങ്ങുന്നതല്ല, ഉറങ്ങുന്നത് 12 മണി വരെയാണ്. രാത്രിയുടെ പകുതി വരെയാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് ആ സമയത്ത് എഴുന്നേറ്റിട്ട് 1/3 നിസ്കരിക്കും, 1/6 പിന്നെയും കിടന്നുറങ്ങും. 1/6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12ന്റെ 1/6 എത്രയാണ്? 12ന്റെ 1/6 എത്ര ചെയ്യാനാ? 12ന്റെ 1/6 2 മണിക്കൂർ അല്ലേ? 2 മണിക്കൂർ അവസാനം കിടന്നുറങ്ങും, 4 മണിക്കൂർ നിസ്കാരം. അതായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിസ്കാരം. ആ നിസ്കാരമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമെന്നാണ്. അപ്പം അങ്ങനെ നിസ്കരിക്കാൻ കഴിയുന്നവർ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇപ്പോൾ രാത്രി നിസ്കാരത്തിൻ്റെ സമയം, സ്വലാത്തുൽ ലൈലിൻ്റെ സമയം ഇശാ നമസ്കാരം കഴിഞ്ഞത് മുതൽ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ്. ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ് ഇശാഇൻ്റെ സുന്നത്തും കഴിഞ്ഞാൽ രാത്രി നിസ്കാരത്തിൻ്റെ സമയം ആരംഭിച്ചു. ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ എന്തിനു സമയമുണ്ട്? രാത്രി നിസ്കാരത്തിന് സമയമുണ്ട്. അതിനിടയിൽ നിസ്കരിക്കുന്ന നിസ്കാരമൊക്കെ എന്താണ്? രാത്രി നിസ്കാരമായിട്ടാണ് പരിഗണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സാദക്കും സ്വലാത്തൻ, അള്ളാഹു നിങ്ങൾക്കൊരു നിസ്കാരം അധികമായി നൽകിയിട്ടുണ്ട്. വഹിയൽ വിത്ർ, അത് വിത്ർ നമസ്കാരമാണ്. ഫസല്ലൂഹാ ബൈന സ്വലാത്തിൽ ഇശാഇ ഇലാ സ്വലാത്തിൽ ഫജ്ർ, നിങ്ങൾ എന്ത് ചെയ്യുക? ആ നിസ്കാരം ഇശാഇൻ്റെയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും ഇടയിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് രാത്രി നിസ്കാരത്തിന് സമയം. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇശാഇൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഫജ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെയാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയം. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാം? രാത്രി നിസ്കാരം നിർവഹിക്കാം. ഇനി ഒരാൾ യാത്രക്കാരനാണ്, അയാൾ 2 നിസ്കാരങ്ങൾ ജംആക്കി നിർവഹിച്ചു. അല്ലെങ്കിൽ ഒരാൾ രോഗിയാണ്, അയാൾക്ക് എല്ലാ നിസ്കാരവും ആ നിസ്കാരത്തിൻ്റെ സമയത്തന്നെ നിർവഹിക്കാൻ കഴിയുന്നില്ല. അയാൾ എന്ത് ചെയ്തു? മഗ്രിബും ഇശാവും കൂടി മഗ്രിബിൻ്റെ സമയത്താണ് നിർവഹിച്ചത്, ജംആക്കി നിർവഹിച്ചു. യാത്രക്കാരൻ ജംഉം കസ്റും ആക്കിയിട്ട് നിർവഹിച്ചു. അപ്പോൾ ഇവർക്ക് പിന്നെ രാത്രി നിസ്കാരം എപ്പോഴാണ്? ഇശാ ബാങ്ക് കൊടുക്കാൻ കാത്തുക്കേണ്ട ആവശ്യമുണ്ടോ? ഇശാ ബാങ്ക് കൊടുക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എന്ത് ചെയ്യാം? ആ ഇശാവിൻ്റെ സുന്നത്തും കൂടി കഴിയുന്നത് കൂടി തന്നെ എന്ത് ചെയ്യാം? അവർക്ക് രാത്രി നിസ്കാരത്തിൻ്റെ സമയം ആരംഭിച്ചു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇളവ് കാരണം 2 നിസ്കാരങ്ങൾ ജംആക്കി നിർവഹിച്ചവർ, അവർക്ക് എന്ത് ചെയ്യാം? ആ നിസ്കാരം, രാത്രി നിസ്കാരം ജംആക്കി നിർവഹിച്ചതിന് ശേഷം തന്നെ എന്ത് ചെയ്യാം? നിർവഹിക്കാം. അവർ പിന്നെ ഇശാ ബാങ്ക് കൊടുക്കാനോ ഇശാഇൻ്റെ സമയമാകാനോ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സമയം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ച സമയം. അതേതാണ്? രാത്രിയുടെ പകുതി വരെ കിടന്നുറങ്ങും, പിന്നെ അവിടുന്ന് എഴുന്നേറ്റിട്ട് 1/3 നിസ്കരിക്കും, പിന്നെ 1/6 വീണ്ടും കിടന്നുറങ്ങും. അതാണ് ഏറ്റവും അഫ്ദലായ സമയം. ഏറ്റവും അഫ്ദലായ സമയം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് തൊട്ട് മുമ്പുള്ള സമയമല്ല, അവസാനത്തെ 1/3 അത് വരുന്നത്. എന്നാൽ ഏറ്റവും അഫ്ദലായ സമയം രാത്രിയുടെ ആദ്യത്തെ പകുതി കഴിഞ്ഞ് തൊട്ട് ശേഷം വരുന്ന സമയമാണ്. രാത്രിയുടെ അവസാനത്തെ ഭാഗം എന്താണ്? ശ്രേഷ്ഠമായ സമയം തന്നെയാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ച ആ ഒരു സമയമാണ്. അപ്പോൾ രാത്രിയുടെ അവസാനത്തെ 1/3 പറ്റിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ, അള്ളാഹു എല്ലാ ദിവസവും 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയുള്ള സമയത്ത്. ഇതെല്ലാ ദിവസവും നടക്കുന്നുണ്ട്. അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കെന്ത് ചെയ്യും? അള്ളാഹു ഇറങ്ങി വരും. നുസൂൽ, അള്ളാഹുവിൻ്റെ ഇറക്കം, അത് അള്ളാഹുവിൻ്റെ സിഫത്താൻ. അതിൻ്റെ രൂപം, അതിൻ്റെ കോലം, അതിൻ്റെ സമയം
അതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. രാത്രിയുടെ 1/3 അവശേഷിക്കുന്ന സമയത്ത് അള്ളാഹു ഇറങ്ങി വരും. അതിൻ്റെ രൂപമോ കോലമോ ഒന്നും നമുക്കറിയില്ല. അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മൻ യദ്ഊനി, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, ഫഅസ്തജീബ ലഹ്, അവൻക്ക് ഞാൻ ഉത്തരം നൽകും. മൻ യസ്അലുനി, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഫഉഅ്തിയഹു, ഞാൻ അവൻക്ക് നൽകാം. മൻ യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടുന്നത്, ഫഅഗ്ഫിറ ലഹ്, ഞാൻ അവൻക്ക് പാപങ്ങൾ പുറത്തു തരാം. നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം അല്ലേ. അർഷിൻ്റെയും കുർസിൻ്റെയും റബ്ബ് നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, സ്വർഗങ്ങളുടെയും നരകങ്ങളുടെയും അധിപൻ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, ആകാശഭൂമികൾ സൃഷ്ടിച്ച സ്രഷ്ടാവ് നമ്മളെ വിളിക്കാൻ. അള്ളാഹുവിന് ഇതുകൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടോ? നമ്മൾ കുറേ തെറ്റ് ചെയ്തു, നമ്മളാരും തൗബ ചെയ്തില്ല, നമ്മളാരും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചില്ല. അതുകൊണ്ട് അള്ളാഹുവിന് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? അള്ളാഹുവിനൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മളാരെങ്കിലും കുറേ നിസ്കരിച്ചു, കുറേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, കുറേ സുജൂദ് ചെയ്തു, കുറേ സ്വതക്ക കൊടുത്തു, അള്ളാഹുവിന് എന്തെങ്കിലും കൂടാനുണ്ടോ? ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ. ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെ, ഏറ്റവും മോശമായൊരു മനുഷ്യന്റെ ഹൃദയത്തോടു കൂടി ജീവിച്ചാലും മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല. ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖാ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ശൈഅ. ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ, ഒന്നാമത്തെ ജിന്ന് മുതൽ അവസാനത്തെ ജിന്ന് വരെ, ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ ഹൃദയത്തോടു കൂടി ജീവിച്ചാലും അള്ളാഹുവിന് ഒന്നും കൂടാനില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും അധികമായി വരുന്നില്ല. അപ്പം നമ്മൾ നന്നായാൽ നമുക്ക് നന്ന്. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. നമ്മുടെ റബ്ബ് റഹ്മാനാൻ, നമ്മുടെ റബ്ബ് റഹീമാൻ, നമ്മുടെ റബ്ബ് ഗഫൂറാൻ, നമ്മുടെ റബ്ബ് ഗഫാറാൻ, നമ്മുടെ റബ്ബ് തവ്വാബാൻ, തൗബകൾ സ്വീകരിക്കുന്നവനാൻ, നമ്മുടെ റബ്ബ് അൽ വദൂദാൻ, നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാൻ. അപ്പം ആ റബ്ബ് വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാനും അവനോട് കാര്യങ്ങൾ പറയാനും നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്കും അള്ളാഹുവിനും ഇടയിൽ സ്വകാര്യമായ നിമിഷങ്ങളുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് ആലോചിക്കുക. അപ്പോൾ ഇതാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇശാ കഴിഞ്ഞ് ഫജ്ർ വരെയാണ് രാത്രി നിസ്കാരത്തിൻ്റെ സമയം. ഇശാ നിസ്കരിച്ച് ഇശാവിൻ്റെ സുന്നത്തും കഴിഞ്ഞ് ഫജ്ർ ബാങ്ക് കൊടുക്കുന്നവരെ സമയമുണ്ട്. അതിനിടയിൽ ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? രാത്രി നിസ്കാരങ്ങൾ നിർവഹിക്കാം. അതിൽ ഏറ്റവും അഫ്ളലായ സമയം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ നിസ്കരിച്ച സമയമാണ്. രാത്രിയുടെ ആദ്യത്തെ പകുതി കഴിഞ്ഞ് പിന്നെ 1/3 നിസ്കരിക്കുക, പിന്നെ ശേഷമുള്ള 1/6 ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ കിടന്നുറങ്ങുകയും ചെയ്തിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതാണ് അതെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. ഈ രണ്ട് റക്കാത്തായിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി അടുത്തൊരു മസ്അലയാണ്, രാത്രി നിസ്കാരം എത്ര റക്കാത്തുകളാണ്? എത്ര റക്കാത്ത് നിസ്കരിക്കാൻ പറ്റും? രാത്രി നിസ്കാരം 11 റക്കാത്ത്. ഒരാൾ 11 കൂടുതൽ നിസ്കരിച്ചാലോ? പറ്റുമോ? പറ്റൂലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച എത്ര റക്കാത്താണ്? 11 റക്കാത്താണ്. അപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം, കൈഫ കാനത്ത് സ്വലാത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റമളാൻ, റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് രാത്രി നിസ്കരിച്ചിരുന്നത് എന്നാണ് ആയിഷ ബീവിയോട് ചോദിച്ചത്. അപ്പോൾ ആയിഷ ബീവിയുടെ മറുപടി, മാ കാന യസീദു ഫി റമളാന വലാ ഫി ഗൈരിഹി അലാ 11 റക്അത്തൻ. റമളാനിലും റമളാനിലല്ലാത്ത സമയങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിൽ കൂടുതൽ രാത്രി നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത്. അത് സുദീർഘമായ പാരായണാണ്, സുദീർഘമായ റുക്കൂഉകൾ, നീണ്ട സുജൂദുകൾ. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോലെ ഒരു പേജും അര പേജും ഓതിയിട്ടല്ല ആ നിസ്കാരം. സൂറത്തുൽ ബഖറ ഓതി, സൂറത്തു ആൽ ഇംറാൻ ഓതി, സൂറത്തു നിസാ ഓതി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിൻ്റെ കൂടെ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ രാത്രി. നബി വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂടെ വന്ന് നിന്നു. അപ്പോൾ നബി ഓതിയത് ബഖറയാണ്. ഒരു 100 ആയത്ത് കഴിഞ്ഞാൽ റുക്കൂ ചെയ്യുമെന്ന് വിചാരിച്ചു. 100 ആയത്ത് കഴിഞ്ഞു, റുക്കൂ ചെയ്തില്ല. ബഖറ കഴിഞ്ഞാൽ റുക്കൂ ചെയ്യുമെന്ന് വിചാരിച്ചു.
ബക്കറ കഴിഞ്ഞ് റുക്കു ചെയ്തില്ല. ആലുംബ്രാൻ ഓതി, നിസാ ഓതി. ഈ 3 സൂറത്തുകളും ഓതിയതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റുക്കു ചെയ്യുന്നത്. അതും എങ്ങനെയാണ്? തർത്തീലാൻ, സാവകാശം നിർത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നത്. അഭയം ചോദിക്കേണ്ട ഏതെങ്കിലും ഒരു ആയത്ത് വന്നാൽ നബി അവിടെ നിർത്തിയിട്ട് അള്ളാഹുവിനോട് അഭയം ചോദിക്കും. പ്രാർത്ഥിക്കേണ്ട ഒരു ആയത്ത് വരുമ്പോൾ അവിടെ നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും. അതായിരുന്നു നബിൻ്റെ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പം നബി നിസ്കരിച്ചത് 11 റക്അത്താണ്. ആ 11 റക്അത്ത് നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രൂപം. എന്നാൽ 11 റക്അത്ത് നിസ്കരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടില്ല? നിങ്ങൾ 11ൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ശ്രദ്ധിക്കുക. 11 റക്അത്തിൽ കൂടുതൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, രാത്രി നിസ്കാരത്തെ പറ്റി ചോദിച്ചു വന്ന സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന മറുപടി സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന. രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് റക്അത്തുകളാണ്. 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു. 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഇദാ ഖശിയ അഹദുകുമുസ് സുബ്ഹ, നിങ്ങൾ ആരെങ്കിലും സുബ്ഹി ആകും, ഫജ്ർ ബാങ്ക് കൊടുക്കും, ഫജ്റിന് സമയമാകുമെന്ന് പേടിച്ചാൽ, സല്ലാ റക്അതൻ വാഹിദതൻ, ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട്, തൂതിറു ലഹു മാ ഖദ് സല്ല, അതുവരെ നിസ്കരിച്ച് എന്താക്കുക? ഒറ്റയാക്കി അവസാനിപ്പിക്കുക എന്നാണ്. അപ്പോൾ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞില്ല? ഒരു നിശ്ചിത എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഹദീസാണ് 11ൽ കൂടുതലും നിസ്കരിക്കാം എന്നതിനുള്ള തെളിവ്. എന്താണ്? ഈ രണ്ട് റക്അത്തുകളാണ് രാത്രി നിസ്കാരം. അപ്പോൾ ഈ രണ്ട് റക്അത്തായിട്ട് ഒരാൾക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. അവസാനം എന്താ ചെയ്താൽ മതി? വിത്തറാക്കി ഒറ്റയാക്കി അവസാനിപ്പിച്ചാൽ മതി എന്നതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് 11ലും കൂടുതൽ നിസ്കരിക്കാം എന്ന് പറയുന്നത്. എന്നാൽ 11 ബിദ്അത്താണ്, 23 സുന്നത്ത്. അത് നിങ്ങൾ വെട്ടിക്കുറച്ച് 11 ആക്കിയതാണ്. 23 നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച എത്രയാണ്? 11. ആ 11 നബി നിസ്കരിച്ച പോലെ തന്നെ സുദീർഘമായി പാരായണം ചെയ്ത് നീണ്ട റുക്കൂകളും നീണ്ട സുജൂദുകളുമായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രൂപം. എന്നാൽ അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്നില്ല. അതിൽ കൂടുതലും നിസ്കരിക്കാം, അത് അനുവദനീയമാണ്. അതിനുള്ള തെളിവാണ് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന ഹദീസ്. അപ്പോൾ എത്ര വേണമെങ്കിലും രാത്രി നിസ്കാരം അധികരിപ്പിക്കാം, ഒറ്റയാക്കി അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും അഫ്ളൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പോലെ 11 നിസ്കരിക്കുക എന്നതാണ്. ഇനി ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് രാത്രി നിസ്കാരം? ഏറ്റവും ചുരുങ്ങിയത് എത്ര റക്അത്താണ്? 3. 1. പിന്നെ വേറെ അഭിപ്രായം? ഒരു റക്അത്താണ് രാത്രി നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത്. ഒരാൾ രാത്രി ഇശാന്റെ സുന്നത്തും കഴിഞ്ഞ് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ അയാൾ രാത്രി നിസ്കാരം നിർവഹിച്ചതിനാണ്. ഞാൻ പറഞ്ഞത് ഇതൊരു ശീലമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ട് നടക്കണം. ഈ 11 ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റൂല. അയാൾക്ക് 9 നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അയാൾ 9 നിസ്കരിക്കട്ടെ. 9 പറ്റാത്തവൻ 7 നിസ്കരിക്കട്ടെ. 7 കഴിയാത്തവൻ 5 നിസ്കരിക്കട്ടെ. 5 പറ്റാത്തവൻ 3 നിസ്കരിക്കട്ടെ. ഇനി 3 പറ്റൂല, ഒരു റക്അത്തെങ്കിലും എല്ലാ ദിവസവും രാത്രി നിസ്കാരം ഒരു പതിവാക്കിയിട്ട് നമ്മൾ കൊണ്ട് നടക്കണം എന്നാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യം എന്നോടാ പറയുന്നത്, പിന്നെ നിങ്ങളോട്. ഇനി അടുത്തൊരു മസാല. ഇപ്പം രാത്രി നിസ്കാരത്തിന് കുറേ പേരുകളുണ്ട് അല്ലേ? വിത്ർ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, തഹജ്ജുദ് എന്ന് കേൾക്കുന്നുണ്ട്, ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, തറാവീഹ്, ഇങ്ങനെ കുറേ പേരുകളിൽ രാത്രി നിസ്കാരം അറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു നിസ്കാരം തന്നെയാണ്. എന്നാൽ ആ നിസ്കരിക്കുന്ന സമയം, അതിൻ്റെ കോലം, അതിനൊക്കെ അനുസരിച്ച് എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. ഇപ്പോൾ റമദാനിൽ ജമാഅത്തായിട്ട് പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ കുറച്ച് സമയം എടുത്ത് പിന്നെ അടുത്ത 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ ഒന്ന് വിശ്രമിച്ച് അടുത്ത 2 റക്അത്ത് നിസ്കരിച്ച് അങ്ങനെ നിസ്കരിക്കുമ്പോൾ, ഒരു റാഹത്ത് എടുത്ത് നിസ്കരിക്കുമ്പോൾ അതിന് തറാവീഹ് എന്ന് പറയും. റമദാനിൽ രാത്രി നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് ഖിയാമു റമദാൻ എന്ന് പറയും. റമദാനിൽ രാത്രിയെ ജീവിപ്പിക്കുക, അതിന് ഖിയാമു റമദാൻ എന്ന് പറയും. ഈ രാത്രി നിസ്കാരങ്ങളൊക്കെ ഒറ്റയാക്കിയിട്ടാണല്ലോ അവസാനിപ്പിക്കുന്നത്. 3, 5, 7, 9, 11 അങ്ങനെ ഒറ്റയാക്കിയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് വിത്തർ, ഒറ്റയാക്കി നിസ്കരിക്കുന്നതുകൊണ്ട് അതിന് വിത്തർ എന്ന് പറയും. ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അതിനെന്ത് പറയും? തഹജ്ജുദ് എന്ന് പറയും. ഏത് സമയത്ത് നിസ്കരിക്കുകയാണെങ്കിലും അതൊക്കെ എന്താണ്? ഖിയാമുൽ ലൈലാണ്, രാത്രിയെ ജീവിപ്പിക്കലാണ്, രാത്രി നിന്നുകൊണ്ട് നിസ്കരിക്കലാണ്. അതുകൊണ്ട് ഇശാ കഴിഞ്ഞിട്ട് ഫജ്ർ വരെ ഏത് സമയത്ത് ഒരാൾ നിസ്കരിച്ചാലും അതിനെന്ത് പറയാൻ പറ്റും? ഖിയാമുൽ ലൈൽ എന്ന് പറയാൻ പറ്റും. എന്നാൽ നിസ്കരിക്കുന്ന സമയത്തിനനുസരിച്ച് തറാവീഹ്, വിത്തർ, ഒറ്റയാക്കി നിസ്കരിക്കുമ്പോൾ അതിന് വിത്തർ എന്ന് പറയും. റമദാനിലാകുമ്പോൾ ഖിയാം റമദാൻ എന്നൊക്കെ പറയുന്നുള്ള. അത് വിശദീകരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് രാത്രി നിസ്കാരത്തിൻ്റെ പല പേരുകൾ.
പല പേരുകൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒറ്റ നിസ്കാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ ഏറ്റവും അഫ്ദലായ സമയം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ അവസാന സമയങ്ങളിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. ആദ്യ പകുതിക്ക് ശേഷം നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് പേടി, അയാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കൂല, അല്ലെങ്കിൽ എഴുന്നേൽക്കുമെന്ന് അറിയില്ല, സാധ്യത കുറവാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക? ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പ്രത്യേകം വസിയത്ത് നൽകിയ വിഷയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറയുന്നുണ്ട്, ഔസാനി ഖലീലി അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ. 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ബിസിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുക. എല്ലാ മാസവും ഏതെങ്കിലും 3 ദിവസം നോമ്പെടുക്കുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ഏത് 3 ദിവസം ചെയ്യാം? ഒരാൾക്ക് നോമ്പെടുക്കാം. അത് 13, 14, 15 ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലാത്ത ദിവസങ്ങൾ എന്ത് ചെയ്യാം? ഒരു മാസത്തിൽ 3 നോമ്പ് എന്നുള്ള നിലക്ക് ഒരാൾക്ക് നോമ്പെടുക്കാം. ഈ 13, 14, 15 നോമ്പാണ് എന്ത്? ഏത് നോമ്പ്? അയ്യാമുൽ ബീദിന്റെ നോമ്പ്. ആ 3 ദിവസമാണ് എടുക്കുന്നെങ്കിൽ ഏറ്റവും അഫ്ദൽ. അത് വേറെ തന്നെ ഹദീസിൽ വന്നതാണ് 13, 14, 15 നോമ്പെടുക്കാന്നുള്ളത്. ആ 13, 14, 15 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഫെബ്രുവരി 14, 13, 14, 15 ആണോ സിയാനെ? ഏത് 13, 14, 15? അത് ഇംഗ്ലീഷ് മാസമാണോ? അല്ല, അറബി മാസാൻ. അറബി മാസത്തിലെ 13, 14, 15 ദിവസങ്ങൾ. അപ്പൊ അതാണ് നബി കൊടുത്ത ഒരു വസിയത്ത്. രണ്ടാമത്തെ ഒരു വസിയത്ത്, ദുഹയുടെ 2 റക്അത്ത് നിസ്കരിക്കുക. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? വിത്ർ നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ രാത്രി അതിന്റെ അവസാന സമയങ്ങളിൽ എഴുന്നേൽക്കൂല, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നീക്കൂല, പിന്നെ ഫജ്റിനൊക്കെ നീക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്നെ വിത്ർ നമസ്കരിച്ചിട്ട് കിടന്നുറങ്ങുക എന്നതാണ് ചെയ്യേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പ്രത്യേകമായിട്ട് വസിയത്ത് നൽകിയ സംഗതിയുമാണ്. ഇനി ഇവിടെ ഒരാൾ വിത്ർ നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, വിത്ർ നിസ്കരിച്ചു, അയാൾ കിടന്നുറങ്ങി. ഒരു 11 റക്അത്ത് നിസ്കരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 3 റക്അത്ത് അയാൾ വിത്ർ നിസ്കരിച്ചു. പിന്നെ അയാൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഒരു 4 മണിയായപ്പോൾ എന്ത് ചെയ്തു? എഴുന്നേറ്റു. അയാൾക്ക് നിസ്കരിക്കണം എന്നുണ്ട്. നിസ്കരിക്കാൻ പറ്റുമോ? വിത്ർ നിസ്കരിച്ചിട്ട് നിസ്കാരം അവസാനിപ്പിച്ച് പോയ ഒരാളാണ് അയാൾ. പിന്നെ സാധാരണ എഴുന്നേൽക്കലില്ല, എന്നാൽ അയാൾ എഴുന്നേറ്റു. ഒരു 4 മണിക്കോ 3 മണിക്കൊക്കെ എഴുന്നേറ്റു. അപ്പോൾ അയാൾക്ക് തന്നെ തോന്നുകയാണ്, നിങ്ങൾക്ക് രാത്രി നിസ്കരിക്കണം. നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും അല്ലേ? രാത്രി നിസ്കരിക്കാൻ പറ്റും. അവിടെ നിസ്കരിക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അവിടെ ഒറ്റയാക്കിയിട്ടാണ് അവസാനിപ്പിച്ചത്. 3 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഒറ്റയാക്കാൻ പാടില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വിത്റാനി ഫീ ലൈല. ഒറ്റ രാത്രിയിൽ എന്തില്ല? 2 വിത്റില്ല. 2 വിത്രായാൽ എന്തായി? ഇരട്ടയായി അല്ലേ? ഇവിടെ 3 നിസ്കരിച്ചു, പിന്നെ അവിടെ മൂപ്പര് വീണ്ടും 3 നിസ്കരിച്ചാൽ എത്രയായി? 3, 3, 6 ആയി. അപ്പൊ ഇരട്ടയായി. രാത്രി നിസ്കാരം എന്താണ്? ഇരട്ടയാണോ ഒറ്റയാണോ? ഒറ്റയാക്കിയിട്ടാണ് രാത്രി നിസ്കാരം അവസാനിപ്പിക്കേണ്ടത്. അപ്പൊ അവിടെ ഒറ്റയാക്കിയാൽ ഇവിടെയും ഒറ്റയാക്കിയിട്ടുണ്ട്. അപ്പൊ 2 ഒറ്റയും കൂടി കൂടിയാൽ എന്തായി? ഇരട്ടയായിട്ട് മാറി. അപ്പൊ അത് പറ്റൂല. അപ്പൊ അവിടെ നിസ്കരിക്കുമ്പോൾ ഇരട്ടയാക്കിയിട്ട് നിസ്കരിക്കുക. 2, 4, 6, 8, 10 ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അപ്പൊ 3 + 2 5, 3 + 4 7, 3 + 6 9. അപ്പൊ എന്താവും? വീണ്ടും ഒറ്റയാകും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എഴുന്നേറ്റിട്ട് നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഇപ്പോൾ 11 റക്അത്ത് നിസ്കരിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും നിസ്കരിക്കണം തോന്നിയാൽ നിസ്കരിക്കാം. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ് തെളിവ്. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നിസ്കാരം ഈ 2 റക്അത്താണെന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിന് തെളിവ്. അവിടെ നബി എന്ത് ചെയ്തിട്ടില്ല? റക്അത്തുകൾക്ക് പ്രത്യേക എണ്ണം നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ രാത്രിയുടെ അവസാനത്തെ നിസ്കാരം വിത്ർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഇരട്ടയാക്കിയിട്ട് വിത്ർ ആക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയാക്കിയിട്ട് തന്നെ വിത്ർ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലു ആഖിറ സ്വലാത്തികും ബില്ലൈലി വിത്റാ. രാത്രിയുടെ നിങ്ങളെ അവസാനത്തെ നിസ്കാരങ്ങൾ എന്താക്കുക? വിത്റാക്കുക, ഒറ്റയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റയാക്കിയിട്ട് നിസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇങ്ങനെ ഒറ്റയാക്കി നിസ്കരിച്ചിട്ട് ഒരാൾ എന്ത് ചെയ്തു? അവസാനത്തിൽ എഴുന്നേറ്റു. അയാൾക്ക് നിസ്കരിക്കാൻ സമയമുണ്ട്, നിസ്കരിക്കണമെന്ന് പൂതിയുണ്ട്, അയാൾക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നില്ല, അയാൾക്ക് നിസ്കരിക്കാം. നിസ്കരിക്കുന്ന എന്തുണ്ട്? അയാൾക്ക് കൂലിയുണ്ട്, നല്ല പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരാൾ വിത്ർ നിസ്കരിക്കുന്ന ഇടയിൽ ബാങ്ക് കൊടുത്തു. വിത്ർ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിലാണ് ഫജ്ർ ബാങ്ക് കൊടുത്തത്. അയാളെ നിസ്കാരം മുറിക്കണോ അതോ നിസ്കാരം പൂർത്തിയാക്കണോ? നിസ്കാരം പൂർത്തിയാക്കണം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആലയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫജ്ർ ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ, ബാങ്ക് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല? വിത്ർ നിസ്കരിക്കാൻ പറ്റൂല. അവരെന്ത് ചെയ്യണം? ബാങ്ക് നിസ്കരിക്കുന്നതിന്റെ ഇടയിലാണ് എന്ത് ചെയ്തത്? ബാങ്ക് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം മുറിക്കല്ല, ആ നിസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. അതിന് പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ സാധാരണ റമദാനിലൊക്കെ കാണുന്ന ഒരു സംഗതിയാണ്, എന്താണ്? ഇമാമിന്റെ കൂടെ അങ്ങനെ നിസ്കരിക്കും.
പിന്നെ ഒരു 8 റക്അത്ത് എന്ത് ചെയ്യും? നിസ്കാരം നിർത്തിയിട്ട് പെരേക്ക് പോവും. അതെന്തിനാ? പിന്നെ രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദായി നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരെന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് പോകുന്നത്. ഉദ്ദേശം എന്താണ്? നല്ല ഉദ്ദേശമാണ്. പക്ഷെ ചെയ്യുന്ന പണി അത്ര ശരിയായ പണിയല്ല. കാരണം നബിന്റെ സുന്നത്ത് അതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസറിഫ കുതിബ ലഹു ഖിയാമു ലൈലത്തിൻ. ആരെങ്കിലും ഒരു ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കരിച്ചു, ഏതുവരെ? ഹത്താ യൻസറിഫ, ആ ഇമാമ് തിരിഞ്ഞിരിക്കുന്നവരെ. അല്ലെ, നിസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമിങ്ങളിലേക്ക് തിരിയാന്നുള്ള എന്താണ്? സുന്നത്താണ്. അപ്പൊ ആ ഇമാമ് നിസ്കാരം കഴിഞ്ഞ് പിരിയുന്നത് വരെ എന്ത് ചെയ്തു? ആ ഇമാമിന്റെ കൂടെ ഒരാൾ രാത്രി നിസ്കരിച്ചു. അയാൾക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ മനുഷ്യനുണ്ട്. അയാൾ നിസ്കരിച്ച എത്രയാണ്? ചിലപ്പോൾ അരമണിക്കൂർ സമയമായിരിക്കും, ചിലപ്പോൾ 3/4 മണിക്കൂർ സമയമായിരിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും ഇമാമിന്റെ കൂടെ നിന്നിട്ട് 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ ഇമാമിന്റെ കൂടെ ആ ഇമാമ് നിസ്കാരം പൂർത്തിയാക്കുന്നത് വരെ ഒരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി ആ മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യാണ്. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഒരാൾ ഇമാമിന്റെ കൂടെ 8 നിസ്കരിച്ചിട്ട് ബാക്കി പെരേ പോയിട്ട് 3 നിസ്കരിക്കാന്ന് പറഞ്ഞു പോയാൽ അവർക്ക് ഏത് കൂലി കിട്ടുന്നില്ല? ഈ രാത്രി മുഴുവൻ നിസ്കരിച്ചു എന്നുള്ള കൂലി കിട്ടുന്നില്ല. അപ്പൊ ഇവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ 11 നിസ്കരിച്ചാൽ പിന്നെ രാത്രി എന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ആ ധാരണയാണ് തെറ്റ്. ഇവിടെ 11 നിസ്കരിച്ചാലും ഓർക്ക് എന്ത് ചെയ്യാം? രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ നിസ്കരിക്കാം. അവിടെ നിസ്കാരം എന്താക്കാഞ്ഞാൽ മതി? ഒറ്റയാക്കാഞ്ഞാൽ മതി. അവിടെ ഇരട്ടയാക്കിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു രാത്രി നിസ്കാരം 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ 2 റക്അത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഓരോ 2 റക്അത്തിലും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? ഓരോ 2 റക്അത്ത് തുടങ്ങുമ്പോഴും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലേണ്ടതുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചൊല്ലല് സുന്നത്താണ്. അതിൽ 2 അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ, അതുപോലെ തന്നെ ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനിസി ഹഫിളഹുല്ലാ, അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ സലാം വീട്ടുന്ന ഓരോ 2 റക്അത്ത് എന്തായിട്ടാണ് പരിഗണിക്കുക? സ്വതന്ത്രമായ നിസ്കാരങ്ങളായിട്ടാണ് പരിഗണിക്കുക. സലാം വീട്ടുന്ന ഓരോ 2 റക്അത്തും സ്വതന്ത്രമായ നിസ്കാരങ്ങളാണ്. അപ്പോൾ തക്ബീർ കെട്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. പിന്നെ ആ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് അടുത്ത 2 റക്അത്ത് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക? വീണ്ടും പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. അത് സുന്നത്താണ്. ഇനി ഒരാൾ തീരെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ല, അയാളെ നിസ്കാരത്തെ ബാധിക്കോ? ഇല്ല. ഫർള് നിസ്കാരമാണെങ്കിൽ ബാധിക്കോ? ഫർള് നിസ്കാരത്തിൽ ഒരാൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയില്ലെങ്കിലോ ബാധിക്കോ? ഇല്ല. സുന്നത്ത് നിസ്കാരമായാലും ഫർള് നിസ്കാരമായാലും ഒക്കെ പ്രാരംഭ പ്രാർത്ഥന ഉള്ളത് എന്താണ്? നിസ്കാരത്തിന്റെ സുന്നത്താണ്, നിർബന്ധമല്ല. മയ്യത്ത് നിസ്കാരമാണെങ്കിലോ? മയ്യത്ത് നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് രാത്രി നിസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രാരംഭ പ്രാർത്ഥന ഓരോ 2 റക്അത്തിലും ചൊല്ലുക എന്നത് സുന്നത്താണ്. അതായത് സലാം വീട്ടുന്ന ഓരോ 2 റക്അത്തും അത് സ്വതന്ത്രമായ നിസ്കാരങ്ങളായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ അവിടെ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക. ഇനി ചൊല്ലിയിട്ടില്ല എങ്കിൽ അവർക്ക് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടൂല. നിസ്കാരത്തെ അത് ബാധിക്കുന്ന വിഷയമല്ല. ചൊല്ലിയിട്ടില്ല എങ്കിലും അയാളുടെ നിസ്കാരം സ്വഹീഹാണ്, സ്വീകാര്യോഗ്യമാണ്. എന്നാൽ അവർക്ക് ആ സുന്നത്തിൻ്റെ കൂലി കിട്ടൂല എന്നുള്ളതാണ് വിഷയം. ഇനി ഒരാൾ രാത്രി നിസ്കാരം ആ സമയത്ത് അയാൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ അയാൾ രോഗിയാണ്, അന്ന് നിസ്കരിക്കാൻ പറ്റില്ല, അയാൾക്ക് രാത്രി നിസ്കാരം പകലിൽ നിർവഹിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം? നിർവഹിക്കാം. അങ്ങനെ രാത്രി നിസ്കാരം എന്താ ചെയ്യാം? വീട്ടിൽ നിർവഹിക്കാം. നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഇദാ ഗലബഹു നൗമുൻ ഔ വജ്ഉൻ അൻ ഖിയാമിൽ ലൈലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കരിക്കാൻ പറ്റിയില്ല. നബി ഉറക്കം വന്നു, നബിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വേദന ഉണ്ടായി, രോഗമായി. അപ്പോൾ രാത്രി നിസ്കാരം നിർവഹിച്ചില്ല. സ്വല്ലാ മിനൻ നഹാരി സിൻതൈ അശ്റത റക്അത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പകലിൽ 12 റക്അത്ത് നിസ്കരിക്കുന്നതാണ്. രാത്രി നബി 11 റക്അത്താണ് നിസ്കരിച്ചിരുന്നത്. 11 കൂടുതൽ നബി നിസ്കരിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ നബി എന്ത് ചെയ്യും? പകലിൽ അത് 12 ആക്കി നിസ്കരിക്കും. അപ്പോൾ ഒരാൾക്ക് രാത്രി നിസ്കാരം നിർവഹിക്കാൻ പറ്റിയില്ല, ഒരു ഇളവ് കാരണം അയാൾക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു. അയാൾക്ക് അത് ഏത് സമയത്ത് നിർവഹിക്കാം? പകലിൽ വീട്ടിൽ നിർവഹിക്കാം. അങ്ങനെ പകലിൽ വീട്ടിൽ നിർവഹിക്കുമ്പോൾ അത് ഇരട്ടയാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. സാധാരണ 3 റക്അത്ത് നിസ്കരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് അന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല. അയാൾ രാവിലെ നിസ്കരിക്കുമ്പോൾ എത്ര ആയിട്ട് നിസ്കരിക്കുക?
4 നിസ്കരിക്കുക. 5 നിസ്കരിക്കുന്നവന് 6 ആക്കുക, 7 നിസ്കരിക്കുന്നവന് 8 ആക്കുക, 9 നിസ്കരിക്കുന്നവന് 10 ആക്കുക, 11 നിസ്കരിക്കുന്നവൻ 12 ആക്കുക. അങ്ങനെ ഇരട്ടയാക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത് പകലിൽ വീട്ടിൽ നിർവഹിക്കുകയാണെങ്കിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഷ്ടപ്പെട്ട സമയങ്ങളിൽ വീട്ടിൽ നിർവഹിച്ചിട്ടുണ്ട്. ഇനി വിത്ർ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകളുണ്ട് അല്ലേ? റമദാനിൽ നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 റക്അത്തായി വിത്ർ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ റക്അത്തിൽ ഏതാണ് ഓതിയിരുന്നത്? സൂറത്തുൽ അഅല, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, ആ സൂറത്താണ് ഓതിയിരുന്നത്. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. മൂന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ ഓതിയിരുന്നത്. അപ്പോൾ വിത്ർ നിസ്കാരത്തിൽ പ്രത്യേകമായിട്ട് ഓതേണ്ട സൂറത്തുകളുണ്ട്. രാത്രി നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേക സൂറത്തുകൾ ഓതേണ്ടത് വിത്റിൽ മാത്രമാണ്. രാത്രി നിസ്കാരം ഒറ്റയാക്കി അവസാനിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഓതേണ്ടത്. അല്ലാത്തപ്പോൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഏത് സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാന്നുള്ളതാണ്. ഇനി വിത്ർ നിസ്കാരം നിർവഹിക്കുന്നിടത്ത് 2 രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. 3 റക്അത്താക്കിയിട്ടാണ് ഒരാൾ വിത്ർ നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ 2 രൂപങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഒരു രൂപം ഒറ്റ സലാമോട് കൂടി നിസ്കരിക്കാന്നുള്ളതാണ്. നമ്മൾ സാധാരണ പതിവായിട്ട് ചെയ്യാറുള്ളത് എന്താണ്? 2 റക്അത്ത് നിസ്കരിക്കും, സൂറത്തുൽ അലയും സൂറത്തുൽ കാഫിറൂൻ ഓതി 2 റക്അത്ത് നിസ്കരിക്കും, സലാം വിട്ടും, എന്നിട്ട് അടുത്ത റക്അത്തിലേക്ക് വീണ്ടും തക്ബീർ ചൊല്ലി എഴുന്നേറ്റിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് ആ റക്അത്ത് പൂർത്തിയാക്കി നിസ്കരിക്കും. ഈ ഒരു രീതിയാണ് നമുക്ക് ശീലമുള്ളത്. എന്നാൽ ആ രീതി മാത്രമല്ല, നബിയിൽ നിന്ന് വേറൊരു രൂപവും വന്നിട്ടുണ്ട്. ഇമാം നസായി റഹിമുള്ളയും അതുപോലെ തന്നെ ഇമാം ബൈഹഖി റഹിമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് ആ രൂപം കാണാം. അതെങ്ങനെ വെച്ചാൽ ഒറ്റ സലാമോട് കൂടി തന്നെ എന്ത് ചെയ്യുക, വിത്ർ 3 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുക. അങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എന്ത് ചെയ്യാൻ പാടില്ല? രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരിക്കാൻ പാടില്ല. അഹ്സൻതും, രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരിക്കാതെ എഴുന്നേൽക്കാണ് വേണ്ടത്. മഗ്രിബ് പോലെയല്ല നിസ്കരിക്കേണ്ടത്. മഗ്രിബിനോട് എന്തുണ്ടാകാൻ പാടില്ല? സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. മഗ്രിബിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ റക്അത്ത് തശഹുദിൽ ഇരുന്ന് പിന്നെയാണ് 3ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്നത്. വിത്ർ ഒറ്റയടിക്ക് നിസ്കരിക്കുമ്പോൾ, ഒറ്റ സലാമോട് കൂടി നിസ്കരിക്കുമ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ തശഹുദിൽ ഇരിക്കാതെ നേരെ എന്ത് ചെയ്യണം? എഴുന്നേൽക്കണം. ഒരു തശഹുദേ വരുള്ളൂ, അത് അവസാനത്തെ റക്അത്തിലാണ്. 3ാമത്തെ റക്അത്തിലെ തശഹുദ് വരുള്ളൂ. അങ്ങനെ ഒറ്റയടിക്ക് 3 റക്അത്തായിട്ട് എന്ത് ചെയ്യാം? വിത്ർ നിസ്കരിക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഒരു രൂപമാണ്. രണ്ടാമത്തെ ഒരു രൂപം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു, ശേഷം എഴുന്നേറ്റിട്ട് അടുത്ത ഒരു റക്അത്ത് നിസ്കരിച്ച് ആ വിത്ർ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ രണ്ടാമത്തെ രൂപമാണ് കൂടുതലും നബിയിൽ നിന്ന് വന്നിട്ടുള്ളത്. 2 റക്അത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു, പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കുന്നു എന്നുള്ളതാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആലക്ക് പറയുന്നുണ്ട്. അതായത് 2 രൂപവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക? മറ്റേ രൂപവും ചെയ്യുക. കാരണം രണ്ടും എന്താണ്? നബിൻ്റെ സുന്നത്തുകളെ ജീവിപ്പിക്കലാണ്. അപ്പോൾ ഈ 2 നിലക്കും എന്ത് ചെയ്യാം? നമുക്ക് വിത്ർ നമസ്കാരങ്ങൾ നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി തൽക്കാലം നമ്മൾ രാത്രി നിസ്കാരം എന്നൊരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന വിഷയം തുടങ്ങിയിട്ട് ഇത് നമ്മുടെ 3ാമത്തെ ദർസാൻ. 1ാമത്തെ ദർസിൽ നമ്മൾ പറഞ്ഞത് റവാത്തിബ് സുന്നത്തും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെയാണ്. 2ാമത്തെ ക്ലാസ്സിൽ റവാത്തിബ് സുന്നത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മസലകളും റവാത്തിബ് അല്ലാത്ത ചില സുന്നത്തുകൾ, തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കയറുമ്പോഴുള്ള തഹിയ്യത്ത്, അതുപോലെ തന്നെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിലുള്ള നിസ്കാരം, അസറിന് മുമ്പുള്ള നിസ്കാരം, അങ്ങനത്തെ കുറച്ച് നിസ്കാരങ്ങളാണ് 2ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരം എന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ സ്വലാത്തു ദുഹ കൂടി എടുത്തിട്ട് ഈ സുന്നത്ത് നിസ്കാരം എന്നുള്ള ഭാഗം നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. അടുത്ത ഒരു ഭാഗം എന്താകണം എന്നുള്ളത് നമുക്ക് ആലോചിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എങ്ങനെ അടുത്ത ഞായറാഴ്ച നമുക്ക് നമ്മളെ പള്ളിയിൽ ക്ലാസ് ഉണ്ടാവില്ല, നമ്മളെ യൂത്ത് കോൺഫറൻസ് ആണ്. തിങ്കളാഴ്ച അതിന് പകരം എന്തുണ്ടാകും? ക്ലാസ് ഉണ്ടാകും. ഞായറാഴ്ച ഉണ്ടാവില്ല, അതിന് പകരം തിങ്കളാഴ്ച ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മുടെ ഈ ഒരു കൂടിയിരുത്തം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞാലുള്ള വിഭവങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരുക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിൽ ജീവിച്ചത് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടും ആയിഷ ബീവിൻ്റെയും ഭാര്യമാരുടെ ഒക്കെ വീട് പൊളിച്ചു മാറ്റുന്നത് അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ഭരണാധികാരിയുടെ കാലത്താണ്. അപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ സഈദ് ബിൻ മുസയ്യബ് റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, നബിൻ്റെ ആ വീടൊന്നും പൊളിച്ചു മാറ്റിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും മദീനയിൽ പോകുന്ന ആളുകൾക്ക് ഒരു ഉത്ബോധനമായിട്ട് ആ വീടുകൾ തന്നെ മദീനാൻ. കാരണം അത്രക്കും ലളിതമായിട്ടാണ് നബി ജീവിച്ചത്. ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, നബിനേക്കാളും ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ? ഇല്ല. ആ നബി ജീവിച്ച വീടുകൾ തന്നെ മതി ഈമാനുള്ള മനുഷ്യന്മാർക്കൊരു ഉത്ബോധനമായിട്ട്. ഞാൻ
നബിൻ്റെ വീടും നബി ധരിച്ച വസ്ത്രവും നബി കിടന്ന പായയും നബി കഴിച്ച ഭക്ഷണമൊക്കെ നമ്മളോട് പറയുന്നത് ജീവിതം ഇവിടെയല്ല. ഇന്നൽ ആയിഷ ആയിഷുൽ ആഖിറ. ജീവിതം എവിടെയാണ്? ആഖിറത്തിലാണ്. അതാണ് അറ്റമില്ലാത്തത്, അതാണ് ഒടുക്കമില്ലാത്തത്. ആ ആഖിറത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പണിയെടുക്കുക, നിങ്ങൾ വിഭവങ്ങൾ ഒരുക്കുക എന്ന സന്ദേശമാണ് ജീവിതത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരൊക്കെ പകർന്നു തന്നിട്ടുള്ളത്. അവരുടെ വഴിയിലൂടെ, അവർ സഞ്ചരിച്ച സരണിയിലൂടെ നമ്മളും സഞ്ചരിക്കുക. അള്ളാഹു നമ്മുടെ നന്മകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള വീഴ്ചകൾ, പോരായ്മകൾ, ന്യൂനതകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.